ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈന്യത്തിൽ. ഇപ്പോൾ ഷെയർ മാർക്കറ്റിൻ്റെ കാര്യം ആയിട്ടല്ല ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്, അത് അടുത്ത എപ്പിസോഡിലുണ്ടാവും. ഇപ്പോൾ ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, പലർക്കും അറിയാം, ഞാനൊരു എഴുത്തുകാരനാണ്. കുറേ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങൾ, മാധ്യമം, ദേശാഭിമാനി, മാതൃഭൂമി, ചന്ദ്രിക പോലെയുള്ള വീക്കിലുകളിലും ഒക്കെ എഴുതാറുണ്ട്, വാരാന്ത്യങ്ങളിലൊക്കെ എഴുതാറുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. ഇത് ചന്ദ്രിക വാരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഒരു കഥയാണ്. കുറച്ച് മുമ്പ് കഥ കേൾക്കാം. അമ്മ. പുന്നയൂർകുളം സൈന്യത്തിൽ. അമ്മയെ വൃദ്ധസദനത്തിൽ നടതള്ളി മാസങ്ങൾ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ഭാര്യയുമൊത്ത് ജീവിതം ആസ്വദിക്കുകയായിരുന്നു വീരഭദ്രൻ. പേര് പോലെ തന്നെ അല്പം വീര്യം കൂടും. കുടിക്കുന്ന മദ്യവും വീര്യം കൂടിയത് തന്നെ. അയൽക്കാരെയും നാട്ടാരെയും തെല്ലു വില കൽപ്പിക്കില്ല. ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ ജീവിക്കുന്നു, എനിക്കാരുടെയും ഓശാരം വേണ്ട. അങ്ങനെയിരിക്കെ ആ പത്രക്കാരും മനുഷ്യാവകാശ പ്രവർത്തകരും അവൻ്റെ അമ്മയുടെ മനുഷ്യാവകാശ പ്രവർത്തനം. ഭദ്രൻ മൂക്ക് ചുറ്റി. പട്ടച്ചാരത്തിൻ്റെ പണം തള്ളയെ ദേ കൊണ്ടുവന്ന് വീടിൻ്റെ കട്ടിലിൽ ഇരുത്തിയിരിക്കുന്നു. ക്ഷമകത്ത് കൊണ്ട് ചോദിച്ചു, ദേ നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? വയസ്സാം കാലത്ത് തള്ള എവിടെയെങ്കിലും കിടന്ന് മരിച്ചോട്ടെ എന്ന് വെക്കല്ലാതെ. നിങ്ങളുടെ അമ്മയല്ലേ, ഇത്രയും കാലം വളർത്തി വലുതാക്കിയതല്ലേ? മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. നിങ്ങൾക്കിതൊക്കെ ചോദിക്കാം. ദേ ആ വലിയ കുന്ത്രാണ അങ്ങോട്ട് ഒന്ന് മാറ്റിക്കേ. ഇവിടെ എന്താ വല്ല സീരിയൽ പിടിക്കുന്നുണ്ടോ? വായിൽ തെറിയാ വരുന്നേ. അമ്മയുടെ മനസ്സിൽ കുഞ്ഞായിരുന്നപ്പോൾ അവൻ അർദ്ധരാത്രിയിലും ഉറക്കൊഴിച്ച് പാല് കുടിക്കാതെ തൊട്ടിലിൽ കിടന്ന് കരഞ്ഞതും പകൽ കിടന്നുറങ്ങി തൻ്റെ ഉറക്കം കെടുത്തിയതുമെല്ലാം മിന്നിത്തെളിഞ്ഞു. അച്ഛനില്ലാതെയാണ് വളർത്തിയത്. തെങ്ങുചെത്താൻ പോയി ഒരു നാൾ തിരിച്ചു വന്നില്ല. ഭാരം തൻ്റെ തലയിലായി. നിക്കറും ഷർട്ടുമിട്ട് യൂണിഫോമിന് പകിട്ടത്തും കുറയ്ക്കാതെ സ്കൂളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി. വലുതാകുമ്പോൾ ഞാൻ അമ്മയെ ഇതുപോലെ നോക്കും. നീ നോക്കിയില്ലെങ്കിലും നിന്റെ കാര്യം നോക്കാൻ പ്രാപ്തിയായാൽ മതി. ഇതേ തള്ളെ പറഞ്ഞേക്കാം, നിങ്ങളെ ഇവിടെ നിന്ന് ഉടനെ പോയിക്കൊള്ളാം. ഒറ്റ നേരത്തെ ഭക്ഷണം മതി മോനെ, ഒറ്റ നേരം. അതൊരു ഭാരമാവില്ലല്ലോ നിനക്ക്. തള്ളെ പറഞ്ഞില്ലേ, കടന്നു പോയിക്കോണം. ഞാൻ ഈ വീടിൻ്റെ ഒരു മൂലയിൽ കൂടിക്കോളാം. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച്. നിന്റെ പെറ്റ തള്ളയല്ലേ, ഞാൻ 10 മാസം വയറ്റിൽ ചുമന്ന് കൊണ്ട് നടന്നില്ലേ? അതിന് നിങ്ങൾക്ക് വാടക വേണോ ഗർഭപാത്രത്തിന്? അമ്മ മുഖം പൊത്തി കരഞ്ഞു. ഇന്ന് തന്നെ ഇവിടുന്ന് പോയിക്കോണം, ഇല്ലേൽ എൻ്റെ സ്വഭാവം അറിയാലോ. രാത്രിയിൽ ഷാപ്പിൽ നിന്ന് മടങ്ങുമ്പോൾ മുതുകിൽ മൂർച്ചയുള്ള എന്തോ ആയുധം കുത്തിയിറങ്ങി. അത് വാരിയെല്ലുകളെ തടകി ഹൃദയത്തിൻ്റെ വാൽവുകളെ ഭേദിച്ചു. രക്തം പുറത്തേക്ക് ചീറ്റി. അമ്മേ! എന്താ എൻ്റെ മോനെന്ത് പറ്റി? അമ്മയുടെ ശബ്ദം ഇരുട്ടിലും അലിഞ്ഞു ചേർന്നു. വീട്ടിലെത്തുമ്പോൾ കട്ടിലിൽ അമ്മയില്ലായിരുന്നു. രക്തം വാർന്നൊലിക്കുന്നു. ഗീതാഞ്ജലി മൊബൈൽ ഫോണിൽ കുത്തി കളിക്കുകയാണ്. എടേ, നീ എൻ്റെ ഈ മുറിവൊന്ന് കെട്ടിയേ, ചോര വാർന്നൊലിക്കുന്നത് കണ്ടില്ലേ? തന്നെത്താനെ അങ്ങ് കെട്ടിക്കോണം. ഞാനൊരു വാട്സപ്പ് അയക്കുന്നത് കണ്ടില്ലേ? എടീ, നീ എൻ്റെ ഈ മുറിവ് ഒന്ന് കെട്ടി. ബോധം പതിയെ അകലുന്നതായി തോന്നി. ആകാശത്തിൽ ഒരു ഗ്രഹം കോസ്മിക് രശ്മികൾ പ്രവഹിപ്പിക്കുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന വൈവിധ്യമാർന്ന വർണ്ണം. കണ്ണുകളെ റാഞ്ചിക്കളയുമോ അത്? നന്ദി. അഭിപ്രായങ്ങളൊക്കെ എഴുതണം, ഷെയർ ചെയ്യണം.